ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലസ് ടു സോഷ്യോളജിയിലെ നാലാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി ഇതുവരെ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ വെച്ച് കണ്ട് അതുപോലെ തന്നെ ഓൺ വേർഡ് ക്വസ്റ്റ്യൻ, എസ്സേ ക്വസ്റ്റ്യൻ ടൈപ്പിൽ നമുക്കിനി ഡിസ്കഷൻ മുന്നോട്ട് പോകാം. കാരണം ഇനി എക്സാമിനാകെ കുറച്ച് സമയം മാത്രമുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മുടെ ഡിസ്കഷൻ ഇനി പോകുന്നത്. അപ്പോൾ നാലാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിലാണ്. അപ്പോൾ ഇതിൽ ഓക്കെ, അപ്പോൾ ആ പാഠത്തിൻ്റെ നോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കഷൻ നടത്തുന്നത്. നോട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. മുമ്പ് ഷെയർ ചെയ്ത നോട്ടല്ല, അതിലുപരി വേറെ നോട്ട്സാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടിയുള്ള പ്രിൻ്റഡ് നോട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലഭ്യമാക്കും. ഓക്കെ, ദെൻ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ നാലാമത്തെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ. ഓക്കെ, വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്, വിപണിയുടെ വിവിധ തലങ്ങൾ എന്തൊക്കെയെന്നാണ്, വിപണിയെക്കുറിച്ചുള്ള എക്കണോമിക് കൺസെപ്റ്റ് നമ്മൾ ആഡം സ്മിത്തിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പ്ലസ് ടു എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഗോത്രചന്തകൾ, ആഴ്ച ചന്തകൾ, ആ കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്. ആഴ്ച ചന്തകളുടെ പ്രത്യേകത, ഇന്നിപ്പോൾ അത്തരത്തിലുള്ള രീതികളൊന്നും ഇല്ല. വിപണി ഒരു സാമൂഹിക സംഘടനയാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ ഒത്തുചേരുന്നതും, അതുപോലെ തന്നെ എന്താണ് ചരക്കുവൽക്കരണം, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കമ്മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്, അതായത് മുമ്പ് ചരക്കല്ലാത്തൊരു വസ്തു, വിൽപ്പനക്കല്ലാത്തൊരു വസ്തു പിന്നീട് ആധുനിക രീതിയിൽ അത് വിൽപ്പനക്കായിട്ട് വരുന്നതാണ്. ഉദാഹരണം വെള്ളം, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇനി പഠനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വെച്ചാണ് നമുക്കിനി പഠിക്കാം, റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നേരിട്ട് നമുക്ക് നോട്ട്സിലേക്ക് പോകാം. ദെൻ ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. അദൃശ്യകരം, ഇൻവിസിബിൾ ഹാൻഡ് എന്ന ആശയം രൂപീകരിച്ചത് ആഡം സ്മിത്താണ്. ഇത് നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻവിസിബിൾ ഹാൻഡ്, ആഡം സ്മിത്ത്, മാച്ച് ദ ഫോളോയിങ് സിലിണ്ടറിൽ. ആഡം സ്മിത്തിൻ്റെ പ്രധാന പുസ്തകം വെൽത്ത് ഓഫ് നേഷനാണ്. പദവി ചിഹ്നം എന്ന പദം രൂപീകരിച്ച് മാക്സ് വെബറാണ്. പദവി ചിഹ്നം എന്നുള്ളത് ദരേ ഗ്രാമത്തിൽ പഠനം നടത്തിയ നരവംശ ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് ഗെയിൽ. ദെൻ ഉപ്പിൻ്റെ ദൂരദേശ വ്യാപാരം നടത്തിയിരുന്ന ഗോത്രവിഭാഗം ബഞ്ചാരകളാണ്. ഇതും മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ നന്നായിട്ട് നോക്കിയാൽ തന്നെ മതി. മോഡൽ എക്സാമിലൊക്കെ വന്ന അധികം ക്വസ്റ്റ്യൻസ് ഈ മെറ്റീരിയലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളും സാമൂഹ്യ വ്യവസ്ഥകൾ കൂടിയാണ് എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളും സാമൂഹ്യ വ്യവസ്ഥകൾ കൂടിയാണ് എന്ന് പറഞ്ഞത് ആരാണെന്നാണ്? കാൾ മാക്സ് ആണ്. ഓക്കെ, കാൾ മാക്സ് ആണ്. ദെൻ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആഡം സ്മിത്താണ്. ദെൻ പരമ്പരാഗത പണമിടപാട് സമ്പ്രദായമാണ് ഹുണ്ടികൾ അഥവാ കൈമാറ്റ പത്രിക എന്നർത്ഥം. ജാതി അടിസ്ഥാനത്തിലുള്ള ബാങ്കിങ് സമ്പ്രദായം വ്യാപാര ശൃംഖലയും ഉണ്ടായ വിഭാഗമാണ് നാട്ടുകുട്ടി, ചെട്ടിയാർ, നഗരത്താർ. ദെൻ വ്യാപാരം പരമ്പരാഗത തൊഴിലായി സ്വീകരിച്ച വൈശ്യ സമൂഹമാണ് ബനിയാർ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത്തരത്തിൽ ബനിയാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് ഇൻവിസിബിൾ ഹാൻഡ്, എന്താണ് അദൃശ്യകരം എന്നാൽ എന്ത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വ്യക്തികൾ അവരുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിന് ഗുണമായി മാറുന്ന തരത്തിലുള്ള ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നു എന്ന ആശയമാണ്. ഇപ്പോൾ മാർക്കറ്റ് എന്താണ്, വ്യക്തികൾ അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് സമൂഹത്തിന് ഗുണമായിട്ട്. ഉദാഹരണത്തിന് ഒരു കച്ചവടക്കാരൻ തൻ്റെ കച്ചവടം കൂടുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ സാധനങ്ങൾ വില കുറച്ച് വിൽക്കുന്നത് ആ വ്യക്തിക്കും ഉപകാരമാണ്. കാരണം ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം വിറ്റ് പോകുന്നു. അതേസമയത്തിന് സമൂഹത്തിനും ഉപകാരമാണ്. സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് വില കുറച്ച സാധനങ്ങൾ, അതേ സാധനം ക്വാളിറ്റിയുള്ള സാധനം തന്നെ വില കുറച്ച് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വതന്ത്ര വിപണി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്ത്. സ്വതന്ത്ര വിപണി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇൻ്റർഫിയറൻസ്, അതായത് രാഷ്ട്രത്തിൻ്റെയോ മറ്റേതെങ്കിലും ഏജൻസിയുടേതോ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ലാത്ത വിപണിയാണ് സ്വതന്ത്ര വിപണി എന്ന് പറയുന്നത്. ഓക്കെ, ലെസ് ഫെയർ തിയറിക്കാണ്
ലേസർ ഫെയർ തിയറിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. വിപണിയെക്കുറിച്ച് സാമ്പത്തികത്തിൽ ശാസ്ത്രത്തിലും സാമൂഹിക ശാസ്ത്രത്തിലുമുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ആധുനിക സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് സമ്പത്ത് വ്യവസ്ഥയും വിപണിയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി പഠിക്കേണ്ടത് ഒന്നാണ് എന്നാണ് പറയുന്നത്. സാമൂഹ്യശാസ്ത്രം പറയുന്നത് വിപണികൾ സാമൂഹിക സ്ഥാപനം എന്നാണ്. സാമ്പത്തിക സ്ഥാപനങ്ങൾ സാമൂഹിക ചട്ടക്കൂടിനകത്ത് നിന്ന് പഠിക്കണമെന്നാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ദെൻ ആഴ്ചച്ചന്തകളുടെ പ്രാധാന്യം എന്തല്ല ചോദ്യങ്ങളുണ്ടാവും. നാട്ടുചന്തകൾ, ആഴ്ചച്ചന്തകൾ, ഓക്കെ. സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും കൂടാതെ സാമൂഹ്യപരമായിട്ടുള്ള ചില ഘടകങ്ങളും ഈ വിപണിയിൽ അടങ്ങിയിരിക്കുന്നു. ബന്ധുക്കളെ കാണാനും സംസാരിക്കാനും വിവാഹങ്ങൾ ഉറപ്പിക്കാനും ഗോസിപ്പുകൾ അല്ലെങ്കിൽ പരദൂഷണം പറയാനൊക്കെ ഈ ആഴ്ചച്ചന്തകൾ പതിവായിട്ട് ഒരു ദിവസം ഒത്തു കൂടുന്നതാണ്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള വിശേഷങ്ങൾ ഇവിടെ പണ്ട് കാലങ്ങളിൽ ഇവിടെ കൈമാറുന്നു. അങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. കൊളോണിയലിസം മൂലം വിപണി സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. കൊളോണിയലിസം മൂലം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇന്ത്യയിലെ കൈത്തറി വ്യവസായം പ്രധാനമായിട്ടും പറയാൻ വെച്ചാൽ ഇന്ത്യയിലെ വ്യവസായങ്ങളൊക്കെ തകർന്നിട്ട് പ്രധാനമായിട്ടും കൈത്തറി വ്യവസായം ലോക മുതലാളിത്ത വ്യവസ്ഥയുമായി ബന്ധപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കളുടെയും കാർഷിക വിഭവങ്ങളുടെയും ഉപഭോക്താവാകുകയും അവരുടെ നിർമ്മിത വസ്തുക്കൾ വിജയിക്കുന്ന വിപണിയായി മാറുകയും ഇന്ത്യയിൽ നിന്ന് പുതുതായിട്ട് ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇന്ത്യയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസൊക്കെ ഇംഗ്ലണ്ടിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കടത്തിക്കൊണ്ടുപോയി യൂറോപ്യൻ രാജ്യങ്ങൾ അവർ നിർമ്മിക്കുന്ന നിർമ്മിത വസ്തുക്കൾ വാങ്ങുന്ന ഒരു കൺസ്യൂമറായിട്ടുള്ള എക്കോണമി ആയിട്ട് മാറി എന്നുള്ളതാണ്. പുതു വിഭാഗങ്ങൾ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വ്യാപാരത്തിലേക്ക് കടന്നു വന്നു പുതിയ വിപണി സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് കാരണമായി. ദെൻ ചരക്കുവൽക്കരണമാണ്. ചരക്കുവൽക്കരണം സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്. എന്താണ് കൊമേഴ്സ്യലൈസേഷൻ അല്ലെങ്കിൽ വസ്തുവൽക്കരണം എന്നൊക്കെ പറയുന്നത്? ചരക്കുവൽക്കരണം കമ്മോഡിഫിക്കേഷൻ കേട്ടോ, കൊമേഴ്സ്യലൈസേഷൻ അല്ല, കമ്മോഡിഫിക്കേഷൻ. മുമ്പ് വിപണിയിൽ കച്ചവടം ചെയ്യാതിരുന്ന സാധനങ്ങൾ വിൽപ്പന വസ്തുക്കളാക്കുകയും കമ്പോള സമ്പദ് വ്യവസ്ഥ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ഉദാഹരണം, നമ്മുടെ വാട്ടർ ബോട്ടിൽ പണ്ട് കാലത്ത് കുടിവെള്ളം കുപ്പിയിലാക്കി വിതരണം ചെയ്യുന്ന ഉള്ള അവയവ വ്യവസായം, വിവാഹ ബ്യൂറോകൾ, വ്യക്തിത്വ വികസനം, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾ, ഇതൊക്കെ മുമ്പില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ അതിനെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റി വിൽക്കപ്പെടുന്നതിനെയാണ് നമ്മൾ കമ്മോഡിഫിക്കേഷൻ അഥവാ വസ്തുവൽക്കരണം, ചരക്കുവൽക്കരണം എന്നൊക്കെ പറയുന്നത്. then പദവി ചിഹ്നം എന്നാൽ എന്തെന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവരുടെ സാമൂഹ്യ പദവിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പദവി ചിഹ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രാഹ്മണർ പൂണൂല് ധരിക്കുന്നത് ഓക്കെ, അവരുടെ പദവി ചിഹ്നമാണ്. പിന്നെ ആഗോളവൽക്കരണത്തിൻ്റെ പ്രവണതകൾ എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ചരക്കുകൾ, അതുപോലെ തന്നെ പണം, വിവരം, ജനങ്ങൾ എന്നിവയുടെ വ്യാപാരം ഉണ്ടായിട്ടുണ്ടാവും. വിവരങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിൽ വളർച്ച, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഗതാഗതം, ടെലികമ്മ്യൂണിക്കേഷൻ ഇതിലുള്ള പുരോഗതികൾ ഉണ്ടാവും. വിപണിയുടെ വ്യാപനവും സംയോജനം, ഇൻ്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സ്പ്രെഡിങ് ഓൾ ഓവർ ദി വേൾഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കമ്പോളവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വിപണികൾ ഉപയോഗിച്ച് സാമൂഹികവും രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെയാണ് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. വിപണികൾ ഉപയോഗിച്ച് രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെയാണ് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. ഇത്രയുള്ള ഈ പാഠത്തിൽ നോക്കേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള പോയിൻറ്റ്സാണ്, റിവിഷൻ നടത്തേണ്ടതായിട്ടുള്ള പോയിൻറ്റ്സാണ്.